ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചന പഠന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സിലായി ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ മർമ്മപ്രധാനമായ അധ്യായങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായി പഴയ നിയമത്തിലെ ഓരോ പ്രവചനഭാഗങ്ങൾ എടുത്തു വെച്ച് ഇതെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന നിയോഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുവരികയായിരുന്നു. അതിൻ്റെ പൂർണ്ണതയിലേക്ക് നാം എത്തിച്ചേരുകയാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും നിയോഗയ്ക്ക് കയറി ആസാബീലാസയെല്ലാം ഒരുക്കി കൈകളിൽ ഗോതമ്പപ്പം എടുത്ത് ഓരോ കാർമ്മികനും ഇങ്ങനെയാണ് ചൊല്ലുന്നത്: കൊല്ലുവാനുള്ള കുഞ്ഞാടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ ചെമ്മരിയാട് പോലെ അവൻ മൗനമായി നിന്നു എന്നൊക്കെ പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ ധ്യാനിച്ചിട്ടാണ് അപ്പം ഒരുക്കി പീലാസായിലേക്ക് വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച 26-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ പെസഹ ഭക്ഷിക്കുന്നതും തുടർന്ന് ഇടയനെ അടിക്കുകയും ആടുകൾ ചിതറിപ്പോകുകയും ചെയ്യുന്ന സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനം പറഞ്ഞ് ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോകുമെന്ന് അവരോട് പറയുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും പറയുന്നത്, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പത്രോസ്ലീഹായാണ് അതിന് തുടക്കം വയ്ക്കുന്നത്. പിന്നീട് നമുക്കറിയാം, അതിനു മുമ്പ് യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്നുള്ള കാര്യം യേശു വളരെ വ്യക്തമായി യൂദാസിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. നീ തന്നെയാണ് ഒറ്റിക്കൊടുക്കും എന്ന് പറയുന്നത്. പിന്നീട് യേശു സാധാരണ പല സമയങ്ങളിലായിട്ട് പോയിരുന്ന് ഏകാന്തതയോടുകൂടെ പ്രാർത്ഥിച്ച ഗത്സമൻ തോട്ടത്തിൽ പോയി അവിടെ 3 മണിക്കൂർ സമയം പ്രിയപ്പെട്ട ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുന്ന ആ ഒരു മരണനാഴികയിലേക്ക് ഒരുങ്ങുന്ന ഒരു കാഴ്ച ഗത്സമൻ തോട്ടത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവിടെ യേശുവിൻ്റെ പ്രാർത്ഥന, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിലും യേശു അത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്: എങ്കിലും എൻ്റെ ഹിതമല്ല, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യേശു ആ 3 മണിക്കൂറും ചെലവഴിക്കുന്നത്. അങ്ങനെയേറെ മാനസികമായി പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം യേശു തമ്പുരാൻ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് പിടിക്കപ്പെടുകയാണ്. മഹാപുരോഹിതന്മാർ യൂദാസിൻ്റെ സാന്നിധ്യത്തോടുകൂടെ പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടെ കടന്നു വരികയും യേശുവിനെ ചുംബിച്ച് ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന രംഗം ഗത്സമൻ തോട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അവിടെ നിന്ന് യേശുവിനെ കയറുകൊണ്ടും ചങ്ങല കൊണ്ടും എല്ലാം ബന്ധിച്ച് മഹാപുരോഹിതന്മാരുടെ, അതായത് കയ്യപ്പായുടെ, ഹന്നായുടെ അരമനയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് നീതിരഹിതമായ രീതിയിൽ കർത്താവിനെ ന്യായം വിധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ആഴ്ച നാം കണ്ടത്. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. 27-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യം പ്രകാരമാണ്: പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരുമെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ച് കൊണ്ടുപോയി നാടുവഴിയായി പീലാത്തോസിനെ ഏൽപ്പിച്ചു.
ഇപ്പൊ യഹൂദന്മാർക്ക്, പ്രത്യേകിച്ച് റോമ ഗവൺമെന്റിന്റെ അടിമത്തത്തിലായിരിക്കുന്ന ഈ കാലയളവിൽ ഒരാളെ കുറ്റം വിധിച്ച് അവനെ മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള അധികാരം ഇപ്പോൾ അവർക്ക് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ റോമ ഗവൺമെന്റിന്റെ നിയമിതനായിരിക്കുന്ന ആ നാടുവാഴിയുടെ മുമ്പാകെ കൊണ്ടുചെല്ലുകയും യേശുവിൽ കുറ്റമാരോപിച്ച് യേശുവിനെ മരണത്തിന് വിധിക്കുക എന്നുള്ള ഒരു വലിയ നിശ്ചയത്തോടു കൂടെയാണ് ഈ മഹാപുരോഹിതന്മാർ ചെല്ലുന്നത്. കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചു, 2 തരത്തിൽ കുറ്റാരോപണം യേശുവിൽ ചുമത്തിയാൽ മാത്രമാണ് യേശുവിനെ ഇവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ മരണത്തിന് ഏൽപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്ന്, യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിന് വിരോധമായി അല്ലെങ്കിൽ ദൈവിക നിയമങ്ങൾക്ക് വിരോധമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഇതെന്ന് തെളിയിക്കണം. രണ്ടാമത്, റോമ ഗവൺമെന്റിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു എന്ന് തെളിയിക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്താലാണ് ഇവർക്ക് യേശുവിനെ ക്രൂശിൽ തറയ്ക്കാനോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ മരണത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തലേ ദിവസം രാത്രി നമ്മൾ കാണുന്നുണ്ട്, പെസഹായ്ക്ക് ശേഷം ഗെത്സമനേ നിന്ന് പിടിച്ച് അന്നായുടെയും കയ്യപ്പായുടെയും അരമനയിൽ വെച്ച് യേശുവിനെ കുറ്റം വിധിക്കുമ്പോൾ മഹാപുരോഹിതൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ മശിഹായാണെങ്കിൽ സ്പഷ്ടമായിട്ട് പറയുക എന്ന് പറയുമ്പോൾ യേശു അതിനെപ്പറ്റി പറയുമ്പോൾ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒന്നാമത് യേശുവിൽ വലിയൊരു കുറ്റാരോപണം നടത്തുകയാണ്. ദൈവദൂഷണം നടത്തി. യഹൂദന്മാർക്ക് യേശുവിനെ കൊല്ലാനുള്ള കാരണമായി അവരുടെ സൻഹെദ്രിൻ സംഘത്തിലുള്ള ആളുകൾക്കിടയിൽ യേശുവിനെ കൊല്ലാനുള്ള ഒരു കാരണമായി. യേശു ദൈവദൂഷണം പറഞ്ഞു, ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ദൈവത്തെ പോലെ പരിഗണിച്ചു എന്നൊക്കെ പറഞ്ഞ് യേശുവിൽ കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. പിന്നീട് ഇനി പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഈ കാര്യം പറയണം. അതിൻ്റെ കൂടെ യേശു റോമാ ഗവൺമെന്റിന് എതിരായി നിൽക്കുന്ന ഒരാളാണ്, അതായത് യേശു രാജാവാണെന്ന് പറഞ്ഞ് ഈ രാജാവ് നിങ്ങളുടെ ദേശത്തിന് അല്ലെങ്കിൽ റോമാ ഗവൺമെന്റിന് വിരോധിയായി നിലകൊള്ളുന്നവരാണെന്നൊക്കെ തെളിയിക്കാനായിട്ട് ഒരു പരമാവധി ശ്രമിക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 3 മുതലുള്ള വാക്യങ്ങളിൽ ഇതിനിടയ്ക്ക് പെട്ടെന്നൊരു കാര്യം കയറി വരുന്നുണ്ട്. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്ന് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്ക് യൂദാസിന് സംഭവിക്കുന്ന ഒരു തകർച്ചയെ ഇതിൻ്റെ ഇടയ്ക്ക് വിശുദ്ധ മത്തായി ശ്ലീഹ ചിത്രീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. അപ്പോൾ യേശു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ യൂദാസ് എന്തുണ്ടാവുകയാണ്? അനുതാപം ഉണ്ടാവുകയാണ്, പശ്ചാത്താപം ഉണ്ടാവുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹം അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം യൂദാസ് അത്ര മോശപ്പെട്ട മനുഷ്യനായിരുന്നില്ല എന്ന് നമുക്കറിയാം. യേശുവിനെയും പണത്തെയും ഒരുപോലെ സ്നേഹിച്ചു എന്ന ഒരു തെറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. യേശു തന്നെ അവനോട് പലപ്പോഴും മുന്നറിയിപ്പ് കൊടുത്തു, 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല, ഒരാളെ തള്ളിപ്പറഞ്ഞ് മറ്റൊരാൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലം വരുമെന്ന് യൂദാസിന് മനസ്സിലാക്കാൻ വിധം പലപ്പോഴും യേശു അതിനെപ്പറ്റി യൂദാസിൻ്റെ കേൾക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ യൂദാസ് അതൊന്നും കൈക്കൊള്ളുന്നില്ല. യൂദാസ് വിചാരിച്ചു മരിച്ചവനെ പോലും ഉയർപ്പിച്ച യേശു ഏത് വലിയ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് വരുമെന്ന്. കാരണം ഇതിന് മുന്നേ ഉള്ള സാഹചര്യങ്ങളിൽ യഹൂദന്മാരെ യേശുവിനെ കൊല്ലാൻ പലപ്പോഴും പിടിച്ചെങ്കിലും യേശു അതിൻ്റെ ഇടയിൽ നിന്ന് വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് യൂദാസ് വിചാരിച്ചു യേശുവിനെ ഇവർക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് കാണും. അതുകൊണ്ടാണ് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അറിയുമ്പോഴാണ് യൂദാസ് അനുദപിക്കുന്നത്. യേശു
ശിക്ഷിക്കപ്പെടുകയില്ല, പിടിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ യേശു വിദഗ്ധമായിട്ട് രക്ഷപ്പെടും, ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അതിൻ്റെ കൂടെ തനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കുകയും ചെയ്യാമെന്നുള്ള ചിന്താഗതിയായിരുന്നു യൂദാസിൻ്റേത്. പക്ഷേ യൂദാസിൻ്റെ ചിന്തകൾക്കനുസരിച്ചല്ല കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് യൂദാസ് ഇവിടെ അനുദപിക്കുന്നുണ്ട്, അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷേ പത്രോസും യൂദാസും തമ്മിൽ വന്ന ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പത്രോസ് ശ്ലീഹ അനുദപിച്ചു, പശ്ചാത്തപിച്ചു, എന്നിട്ട് കുറ്റബോധത്തിൽ നീറി അവിടുന്ന് പോയി ഇരുട്ടിലേക്ക് മാറിപ്പോവുകയല്ല ചെയ്തത്. മറിച്ച് അദ്ദേഹം അനുദപിച്ചു, പശ്ചാത്തപിച്ചു, അദ്ദേഹത്തിൻ്റെ കുറ്റത്തെ പറ്റിയുള്ള നൊമ്പരത്തോടെ കരഞ്ഞു, എന്നിട്ട് നേരെ യേശുവിലേക്കാണ് നോക്കിയത്. പ്രിയപ്പെട്ടവരെ, യൂദാസും യേശുവിൻ്റെ അടുക്കലേക്ക് പോയായിരുന്നെങ്കിൽ യൂദാസിൻ്റെ ചരിത്രം വേറെന്തെങ്കിലുമായി തീർന്നില്ല. പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്. അദ്ദേഹം കുറ്റബോധത്താൽ നീറി തൻ്റെ ജീവിതത്തെ ഒരു കയറിൽ കെട്ടി, കഴുത്തിലൊരു കയറ് കെട്ടി അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുക്കൽ ചെന്ന് കോട്ടയിൽ കുറ്റം വിധിക്കപ്പെട്ടെങ്കിലും ആ കുരിശിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നാലെ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുന്ന അതേ വഴിത്താരങ്ങളിലൂടെ യേശുവിൻ്റെ പിന്നാലെ ഈ യൂദാസ് പോയി കരഞ്ഞുകൊണ്ട് നടന്നിരുന്നെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ യൂദാസിൻ്റെ ചരിത്രം മറ്റൊന്നായി രൂപാന്തരപ്പെട്ടേനെ. പിന്നീട് അദ്ദേഹം തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നത് കണ്ടെത്താനായിട്ട് സാധിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു പ്രവചനം ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവൻ്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു, കർത്താവിനോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിന് വേണ്ടി കൊടുത്തു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. യൂദാസ് ഭണ്ഡാരത്തിലിട്ട പൈസ മൊത്തം പൗരോഹിത്യ നേതൃത്വം അത് രക്തത്തിൻ്റെ വിലയായതുകൊണ്ട് നല്ല പൈസയല്ല എന്ന് പറഞ്ഞ് കുശവന്റെ സ്ഥലം വാങ്ങി അവിടെ ശവപ്പറമ്പായിട്ട് വാങ്ങി ഇടുന്നതിനെയാണ് നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു കാര്യം രേഖപ്പെടുത്തി വെച്ചിരുന്നു. എന്നിട്ട് വിശുദ്ധ മത്തായി ഈ ഭാഗം എടുത്തിട്ട് പറയുകയാണ്, ആ വചനം നിവർത്തി വന്നു എന്ന് ഇവിടെ പറയുകയാണ്. പിന്നീട് 11 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 11 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ചേ. എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാനാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. എന്നാൽ അതായത് നാടുവാഴി പീലാത്തോസിന്റെ മുമ്പാകെ പിന്നീട് യേശുവിനെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ യേശു എന്താ മറുപടി പറയുന്നതെന്ന് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ആകുന്നു എന്ന് തന്നെ വളരെ സ്പഷ്ടമായിട്ട് യേശു അത് പറയുകയാണ്. യേശു യഹൂദന്മാരുടെ രാജാവാണെന്ന് യേശു പറയുകയാണ്. നമുക്കറിയാം, കന്യക മറിയാമിന് സ്വർഗീയ ദൂത് ലഭിക്കുമ്പോൾ, ഗബ്രിയേലിലൂടെ ദൂത് ലഭിക്കുന്ന സാഹചര്യത്തിൽ ഗബ്രിയേൽ മാലാഖ കന്യക മറിയാമിനെ അറിയിക്കുന്ന ഭാഗത്തിൽ വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 32-33 വാക്യം ഒന്ന് വായിച്ചേ. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 32-33. വായിക്കാമോ? വിശുദ്ധ ലൂക്കോസ്. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. അതായത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ തന്നെ യേശുവിനെ ഉദരത്തിൽ വഹിക്കാനുള്ള നിയോഗം കന്യക മറിയാമിന് ലഭിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ
യേശുവിനെ പറ്റി സ്വർഗം വെളിപ്പെടുത്തിയ വാക്യമാണ്. അവൻ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് ദൈവം കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് ഇവിടെ ഒരു പ്രവചനത്തിലൂടെ ഗബ്രിയേൽ മാലാഖ വെളിപ്പെടുത്തുകയാണ്. അതാണ് യേശു നിഷേധിക്കാത്തത്. യേശു എന്താ പറയുന്ന അവസാനം, നീ യഹൂദന്മാരുടെ രാജാവാണെന്ന് ചോദിക്കുമ്പോൾ യേശു നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നില്ല. മറിച്ച് യേശു അത് സമ്മതിക്കുകയാണ്. ഞാൻ തന്നെ എന്ന് യേശു സമ്മതിക്കുകയാണ്. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഈ സമയത്ത് യേശുവിന്റെ മേൽ കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, എന്തുമാത്രം കുറ്റങ്ങളാണ് നിന്റെ മേൽ ആരോപിക്കുന്നത്? നീ എന്ത് ഇതിനൊന്നും മറുപടി പറയുന്നില്ല എന്ന് പറയുമ്പോൾ യേശു എന്തെങ്കിലും മറുപടി പറയുന്നുണ്ടോ? ഒരു വാക്ക് പോലും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ പെസഹ പെരുന്നാളിന്റെ നാളുകളിലും യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യഹൂദ തടവുകാരിൽ ഒരാളെ, വളരെ മോശം ജീവിതം നയിച്ച, അതുമല്ലെങ്കിൽ റോമ ഗവൺമെന്റിന് വിരോധമായി തീവ്രവാദ മനോഭാവത്തോടുകൂടെ പ്രവർത്തിച്ച ഒരാളെ വിട്ടുകൊടുക്കുന്ന ഒരു പതിവ് എല്ലാ വർഷവും ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് പീലാത്തോസ് പിന്നീട് ചോദിക്കുകയാണ്, ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കിയ പതിവായിരുന്നു. അന്ന് ബറാബാസ് എന്ന് ശ്രുതിപ്പെട്ട ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബറാബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കറിയാം, ബറാബാസിനെ എന്ന് അവര് ആവശ്യപ്പെടുന്നു. യേശുവിനെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് വിട്ടുകൊടുക്കണമെന്ന് അവര് വല്ലാതെ നിലവിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ബറാബാസ് അറിയാം, അദ്ദേഹം വളരെ കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിയായിരുന്നു. പ്രത്യേകിച്ച് റോമാ ഗവൺമെന്റിന് വിരോധമായി കൂട്ടം കൂടുകയും അനേക പട്ടാളക്കാരെ വധിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ തടവിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ വർഷവും ഇതുപോലെ ഒരു തടവുകാരനെ വിട്ടുകൊടുക്കാറുണ്ട്. അപ്പോൾ വളരെ കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിയെയും അതോടൊപ്പം തന്നെ ഒരു കുറ്റം ചെയ്യാത്ത നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഇതിൽ ആരെയാണ് വേണ്ടത്? അപ്പോൾ ആരെയാണ് ജനം സെലക്ട് ചെയ്യുന്നത്? അവർ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും തിന്മയിൽ മുഴുകി ജീവിച്ചവനെ. ഈ ബറാബാസ് എന്ന വാക്കിന്റെ അർത്ഥം, ബറാബാസ് എന്ന് പറയുമ്പോൾ ആബായുടെ മകൻ. ആബ എന്ന് പറഞ്ഞാൽ പിതാവ്, പിതാവിന്റെ മകനായ, പിതാവിന്റെ പുത്രൻ എന്നാണ് അർത്ഥം. യേശുവും എന്താണ്? യേശുവും പിതാവിന്റെ പുത്രനാണ്. അപ്പൊ രണ്ടുപേരും ദൈവത്തിന്റെ പുത്രന്മാരാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാള് വിശുദ്ധിയുടെ ഉന്നതിയിൽ നിൽക്കുന്നു, മറ്റേയാള് അശുദ്ധിയുടെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുകയാണ്. ഈ പിതാവിന്റെ മക്കളിൽ ആരെ വേണമെന്ന് ചോദിക്കുമ്പോൾ ഈ ജനം അട്ടഹസിച്ച് പറയുകയാണ്, തിന്മയിൽ മുഴുകി അതിന്റെ അടിത്തട്ടിൽ നിൽക്കുന്ന ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി എന്ന് ഇവരാവശ്യപ്പെടുകയാണ്. ഈ സമയത്ത് പീലാത്തോസ് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. രക്ഷിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരാളെ അയച്ച് പറയിപ്പിക്കുന്നുണ്ട്, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. കഴിഞ്ഞ രാത്രിയിലെ സന്ധ്യയിലെ സ്വപ്നത്തിൽ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഈ വ്യക്തിയാണ് എന്നെ അതിൽ നിന്ന് രക്ഷിക്കുന്നതെന്നെല്ലാം പറഞ്ഞ് വിടുന്നുണ്ട്. അതുകൂടെ കേൾക്കുമ്പോൾ യേശുവിനെ രക്ഷിക്കാൻ പരമാവധി ഈ പീലാത്തോസ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ യഹൂദന്മാര് വല്ലാതെ എല്ലാവരെയും, ജനത്തെ എല്ലാം പ്രേരിപ്പിച്ച് എല്ലാവരും ഒന്നടങ്കം അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പീലാത്തോസ് ജനത്തെ പ്രീതിപ്പെടുത്താൻ ഭീതിയുള്ള മനുഷ്യൻ. അദ്ദേഹം ഒരു താലത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൈകൊണ്ട് കഴുകുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പീലാത്തോസ് തന്റെ കൈകൊണ്ട് കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് യഥാർത്ഥത്തിന് പങ്കില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പങ്കുണ്ട്. കാരണം ഭീരുത്വമില്ലാതെ
യേശുവിനെ നിഷ്കളങ്കതയും സത്യസന്ധതയും മനസ്സിലാക്കി ഇവൻ നീതിമാനാണെന്ന് പറഞ്ഞ് വിധി പുറപ്പെടുവിക്കേണ്ടവൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെയല്ലേ? അതായത് കൈ കഴുകുന്ന ചില പരിപാടികളൊക്കെ നമ്മുടെ ഭാഗത്തും ഇല്ലേ? ശരിക്കും തെറ്റുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിനെ പറ്റി യഥാർത്ഥമായ ഒരു അനുതാപം ഇല്ലാതെ, യഥാർത്ഥമായ ഒരു പശ്ചാത്താപം ഇല്ലാതെ അതെല്ലാം മറച്ചു പിടിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും കൈ കഴുകി മുന്നോട്ട് പോകുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, പീലാത്തോസിന് സംഭവിച്ചത് നമുക്കും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെറുതെ ഒരു കൈ കഴുകലിലൂടെ രക്ഷപ്പെടാമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. കൈ കഴുകലിലൂടെയല്ല രക്ഷപ്പെടേണ്ടത്. ഈ പീലാത്തോസ് കൈ കഴുകുന്നതിന്റെ മുമ്പിൽ നിൽക്കുന്നവന്റെ തിരുച്ചോര കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും കഴുകപ്പെടേണ്ടത്. അത് കുമ്പസാര കൂദാശയിലാണ് സംഭവിക്കുന്നത്. യേശുവിന്റെ രക്തം കൊണ്ട് ഓരോ വ്യക്തിയും കഴുകപ്പെടുന്ന കൂദാശയാണ് കുമ്പസാര കൂദാശ. അത് 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം കൈ കഴുകുമ്പോൾ യഹൂദന്മാർ ഒന്നടങ്കം, മഹാപുരോഹിതന്മാർ മുതൽ എല്ലാവരും ഒന്നടങ്കം ഇങ്ങനെ ആർത്തട്ടഹസിച്ച് പറയുകയാണ്. 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 25-ാമത്തെ വാക്യം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അവന്റെ രക്തം, അതായത് യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്ക രക്തത്തിന്റെ നിലവിളി ഞങ്ങളുടെ മേലും അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം നമ്മൾ പറയാൻ. കാരണം വായിലെ നാക്കുകൊണ്ട് പറയുന്ന വാക്കും കൈകൊണ്ടെറിയുന്ന കല്ലും തിരിച്ചെടുക്കാനായിട്ട് പറ്റുമോ? തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങളൊക്കെ, ചില വാക്കുകളാണ് ചില വ്യക്തികളുടെ ജീവിതത്തെ പരിപൂർണമായ നാശത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടതും നിയന്ത്രിക്കപ്പെടേണ്ടതുമായ ഒരു അവയവമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനെയാണ്? നാവിനെയാണ്. യാക്കോബ് ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും അതുപോലെ പലയിടങ്ങളിലും സുവിശേഷങ്ങളിലെല്ലാം കർത്താവ് നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ശക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് പറയുകയാണ്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വധിച്ച് ഏതാണ്ട് 30 കൊല്ലം കഴിയുന്നതോടുകൂടെ യഹൂദന്മാർ അവരുടെ ദേവാലയം ആജ്ഞിക്കരയായി നശിപ്പിക്കപ്പെട്ടു. അവരുടെ ജെറുസലേം പിടിക്കപ്പെട്ടു, ദേശങ്ങൾ പിടിക്കപ്പെട്ടു. ഇവരെല്ലാം മറ്റ് ദേശങ്ങളിലേക്ക് ചേക്കേറുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ചെന്ന ഇടങ്ങളിലെല്ലാം കൊടിയ പീഡകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇന്ത്യയിൽ ഒഴികെ ബാക്കി ഉള്ള എല്ലായിടങ്ങളിലും കൊടിയ പീഡകളിലൂടെ കടന്നുപോയി. പ്രത്യേകിച്ച് ജർമ്മനിയിലൊക്കെ ഈ ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ വളരെ കിരാതമായ രീതിയിൽ ഇവരെ കൊന്നുകളയുന്നത് നമുക്ക് ചരിത്രത്തിന്റെ താളുകളിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇത് എവിടുന്നത് ഇങ്ങനെ സംഭവിച്ചത്? ഏതാണ്ട് 19 നൂറ്റാണ്ട്, 1-2 വർഷമല്ല, 19 നൂറ്റാണ്ട്, 1900 വർഷങ്ങൾ ഈ ജനം ഉഴന്ന് നടന്ന് പീഡയേറ്റ് സമാധാനമില്ലാതെ ഐശ്വര്യമില്ലാതെ തകർന്ന തരിപ്പണമായിട്ട് ജീവിക്കുന്നതിന്റെ ചരിത്രം നമുക്ക് മുമ്പിൽ വളരെ വ്യക്തമായിട്ട് വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് എവിടുന്നാണ് ഇങ്ങനെ ഒരു തകർച്ച വന്നത്? അത് ഈ വന്നതിന്റെ കാരണം അന്ന് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി വാദിക്കുകയും അതിനെ മഹാപുരോഹിതന്മാരുടെ കൈകളിൽ നിന്ന് പൈസ വാങ്ങി യേശു നിഷ്കളങ്കനാണെന്നും യേശു നീതിമാനാണെന്നും അറിഞ്ഞിട്ടും ദൈവപുത്രനാണെന്നുള്ള ബോധം പോലും മഹാപുരോഹിതന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും യേശുവിനെ വകവരുത്താനായിട്ട് പരിശ്രമിക്കുക മാത്രമല്ല, അവന്റെ രക്തം ഞങ്ങളുടെ മേലിരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം ചുമലിലേക്ക് ആ തെറ്റിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. സ്വന്തം ചുമലിലേക്ക് മാത്രമല്ല, അങ്ങനെയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവർ പറയാണ്, ഞങ്ങളുടെ തലമുറകളിലേക്കും ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ചെയ്യുന്നതെല്ലാം തലമുറകളിലേക്കും എത്തും എന്നുള്ളതിന്റെ തെളിവ് കൂടെയാണത്. പിന്നീട് 1945 ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇവര് ജാമ്യ കൗൺസിൽ കൂടുന്നുണ്ട്. കൗൺസിൽ കൂടി ഇവര് യേശു എന്ന നീതിമാനെതിരായി
ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ആ കാലഘട്ടത്തിലെ യഹൂദന്മാർ അവരുടെ കൂട്ടായ്മയിൽ അസന്നിഗ്ധമായിട്ട് സമ്മതിക്കുകയും അതിനെപ്പറ്റി അനുദപിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചത്. ഇന്ന് കാണുന്ന അവസ്ഥയിൽ അവര് എത്തിച്ചേർന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ചില വാക്കുകളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് പോലും നാശം ഭവിക്കാനുള്ള സാഹചര്യങ്ങൾ അതിനകത്ത് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിന്നീട് അങ്ങനെ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. പിന്നീട് യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ കാഠിന്യമേറിയ അവസ്ഥകളിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. അതായത് പീലാത്തോസിന്റെ പട്ടാളക്കാർ, അതായത് ഇത് 600 പേരാണെന്ന് പറയുന്നത്. അങ്ങനെ ആസ്ഥാനത്ത് യേശുവിന്റെ വലത്തും ഇടത്തുമായിട്ട് ഈ പട്ടാളക്കാർ നിന്ന് യേശുവിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് യഹൂദന്മാർ യേശുവിനെ ചുമന്ന കുപ്പായം മുഴുവനും ധരിപ്പിക്കുകയാണ്. കാരണം അന്നത്തെ രാജാക്കന്മാരുടെ വസ്ത്രമാണ് മുഴുവനും ചുമന്ന വസ്ത്രം ധരിപ്പിച്ച് യേശുവിന്റെ ശിരസിൽ മുൾക്കിരീടം, അതായത് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഏതാണ്ട് 4 ഇഞ്ചോളം നീളമുള്ള വിഷമുള്ള യേശുവിന്റെ തലയിലേക്ക് തുളച്ചിറങ്ങുന്ന രീതിയിൽ അത് മെടഞ്ഞുണ്ടാക്കി യേശുവിന്റെ ശിരസിൽ വെക്കുകയും അതിന്റെ കൂടെ ഒരു കോല്, വൃത്തിഹീനമായ ഒരു വടി യേശുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ പട്ടാളക്കാരും യഹൂദന്മാരും യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ ഇങ്ങനെയാണ് മുമ്പാകെ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോൽ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. കണ്ടോ, യേശുവിന്റെ ശിരസിൽ മുൾക്കിരീടം വെക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ കയ്യിൽ ഉണ്ടായിരുന്ന കോലെടുത്ത് അത് യേശുവിന്റെ തലയോട്ടിയെ ഭേദിച്ച് തലച്ചോറിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന വിധത്തിൽ ആ കോലുകൊണ്ട് അടിച്ച് യേശുവിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യം ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ചമ്മട്ടി കൊണ്ടുള്ള അടിയെല്ലാം കൊടുത്തതിന് ശേഷം പിന്നീട് അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചമ്മട്ടി എന്ന് പറയുന്ന ഒരു കൽത്തൂണിൽ കെട്ടിയിട്ട് അർത്ഥനഗ്നനാക്കി അതികായകന്മാരായ മദ്യവും മയക്കുമരുന്നും കൊടുത്ത വിജാതീയരായ ശക്തരായ ആളുകളെ കൊണ്ട്, ചമ്മട്ടി എന്ന് പറയുമ്പോൾ ചാട്ടവാറല്ല, ചാട്ടവാറിന് ഒരു വള്ളിയുള്ളെങ്കിൽ ഇതിന് അനേക വള്ളികളുണ്ട്. ഒരു തണ്ടിൽ നിന്ന് ആ വള്ളികളുടെ അറ്റത്തെല്ലാം ഈയക്കട്ടകളും അതോടൊപ്പം തന്നെ എല്ലിൻ കഷ്ണങ്ങളും ചൂണ്ടക്കുളത്തി പോലെയുള്ള കൊളത്തുകളും ഉണ്ട്. ഇതുകൊണ്ട് അടിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രഹരം ശരീരത്തിന് ഏൽക്കുകയും അത് മാത്രമല്ല തിരിച്ച് വലിക്കുന്ന സമയത്ത് ഇതിന്റെ അറ്റത്തുള്ള ഈ കൊളത്ത് പോലെയുള്ള ഈ കൊളത്തുകൾ ശരീരത്തിൽ കൊളത്തിപ്പിടിക്കുകയും തിരിച്ച് വലിച്ചെടുക്കുന്ന സമയത്ത് മാംസം പിച്ചി ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വരും. അതുകൊണ്ടാണ് 22-ാം സങ്കീർത്തനം യേശുവിനെ പീഡാസഹനത്തെ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ്. ഇവിടെ പറയുന്നുണ്ട്, ഉഴവുചാല് കീറുന്നത് പോലെ അവൻ എൻ്റെ ശരീരത്തെ ഉഴുത് കീറി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉഴവുചാല് കീറുന്നത് പോലെ ശരീരം മുഴുവനും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് ശരീരത്തിലെ രക്തം വാർന്നൊഴുകി പോകുന്ന വിധത്തിൽ മാംസം ചിന്തപ്പെടുന്ന രീതിയിൽ യേശുവിനെ പ്രഹരിക്കുകയാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രവചനമുണ്ട്. രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെടാകുന്ന വിധത്തിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് യേശുവിനെ പറ്റി പ്രവചനമുണ്ട്. രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെടും. അതായത് ഒരു മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ മനുഷ്യനിൽ ഒരു രൂപമുണ്ട്. ഈ മാംസം എല്ലാം ദൈവം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് രൂപമുണ്ട്. പക്ഷെ മാംസം പിച്ച് ചീന്തപ്പെട്ട പിന്നെ എന്ത് രൂപമുള്ളത്? പിന്നീട് ഒരു സ്കെൽട്ടൻ രൂപം മാത്രമേ ഉള്ളൂ. ഏതാണ്ട് അതുപോലെ യേശു പിച്ച് ചീന്തപ്പെട്ടു എന്ന് യെശയ്യാവിൽ തന്നെ പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് യേശു ക്രിസ്തുവിനെ 32-ാമത്തെ വാക്യം തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ക്രൂശ് ചുമലിൽ വെച്ച് യേശുവിനെ കൊണ്ടുപോവുകയാണ്. ഈ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ യേശു തലേ ദിവസം സന്ധ്യയ്ക്കാണ്
പെസഹ ഭക്ഷിക്കുന്നത്. അതിനുശേഷം യേശു ജലപാനം നടത്തുന്നില്ല. പിന്നീട് ഒരു ഭക്ഷണത്തിന്റെ വസ്തു പോലും കഴിക്കുന്നില്ല. ഇപ്പോ ഏതാണ്ട് 3 മണി സമയമാണ്. യഹൂദന്മാരുടെ 3 മണി എന്ന് പറയുമ്പോൾ രാവിലെ 9 മണി സമയം. ഈ സമയത്ത് യേശുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയി ക്രൂശിക്കുകയാണ് 3 മണി നേരത്ത്. അപ്പൊ ഈ സമയത്ത് പോകുമ്പോൾ യേശു നന്നായിട്ട് വിശക്കുന്നുണ്ട്. അത് മാത്രമല്ല, യേശു ഡീഹൈഡ്രേഷൻ സംഭവിച്ചിരിക്കുക. ശരീരം രക്തം മുഴുവനും വാർന്നൊഴുകി ശരീരം വിറച്ചുകൊണ്ടാണ് യേശു മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് തന്റെ ശരീരത്തെക്കാൾ ഭാരമേറിയ കുരിശ് ചുമലിൽ വെച്ച് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യേശു പലയിടത്ത് വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ പൗരസ്ത്യ കാഴ്ചപ്പാടിൽ പറയുന്നത് ഏതാണ്ട് 16 വീണു എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പാശ്ചാത്യർ പറയുന്നത് 14 വീണുമെന്നാണ് പറയുന്നത്. യേശു വീണത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ഊഹിച്ചാൽ മതി. യേശുവിന്റെ പുറകിലാണ് കുരിശ്. അതുകൊണ്ട് തീർച്ചയായിട്ടും യേശു വീണത് നെഞ്ചടിച്ചും മുഖമടിച്ചുമാണ് യേശു വീഴുന്നത്. ഓരോ തവണ യേശു വീഴുമ്പോഴും യേശു വീണ്ടും വീണ്ടും എഴുന്നേറ്റു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റതിന്റെ കാരണം ആദം മുതൽ ഇനി ജനിക്കാനിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും മുഖം കണ്ട്, അവന്റെ വിമോചനം കണ്ട്, അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശു ആ വീഴ്ചകളിൽ നിന്ന്, മനുഷ്യന്റെ വീഴ്ചകളിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി യേശു ഈ കുരിശുമായി എഴുന്നേൽക്കുന്നത്. ഈ വീണ് കിടക്കുന്ന സാഹചര്യത്തിലെല്ലാം വീണ്ടും ചാട്ടവാറുകൊണ്ട് യേശുവിന് അടിയേൽക്കുന്നുണ്ട്. അവസാനം വീണ് എഴുന്നേൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ഈ 32-ാമത്തെ വാക്യത്തിൽ കുറേനേക്കാരൻ ശീമോനെ കുരിശ് ചുമക്കുവാനായിട്ട് പട്ടാളക്കാര് നിർബന്ധിച്ച് ഗോൽഗോഥ വരെ യേശുവിന്റെ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് യേശുവിനെ 3 ആണികളിൽ, കാലിരുമ്പാണികൾ യേശുവിന്റെ കൈത്തണ്ടയിലൂടെയും കാലിലൂടെയും തുളച്ചു കയറ്റിയതിനു ശേഷം യേശുവിനെ ക്രൂശിൽ ഉറപ്പിക്കുകയാണ്. ക്രൂശിൽ തറച്ചു നിർത്തി ഉറപ്പിക്കുകയാണ്. അങ്ങനെ 3 മണി നേരത്താണ് യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നത്. പിന്നീട് 6 മണി സമയമാകുമ്പോൾ ദേശത്ത് മുഴുവനും ഇരുട്ട് വ്യാപിക്കുന്നുണ്ട്. അപ്പൊ യേശുവിനെ ക്രൂശിക്കുന്നത് പരിപൂർണ നഗ്നനായിട്ടാണെന്നുള്ള കാര്യം കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മാനമൂലം ചെയ്ത എല്ലാ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾക്കും വേണ്ടി, അല്ലെങ്കിൽ അവന്റെ നഗ്നത കൊണ്ട് ചെയ്ത എല്ലാ തിന്മകൾക്കും വേണ്ടി ആദി മാതാപിതാക്കൾ പാപം ചെയ്ത് നഗ്നരാക്കപ്പെട്ടതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി യേശു കുരിശിൽ നഗ്നനായിട്ട് കിടക്കുന്ന കാഴ്ച ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നീട് പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് വീണ്ടും യേശു പരിഹസിക്കപ്പെടുകയാണ്. 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? അവിടെ വീണ്ടും യേശുവിനെ പരിഹസിക്കുകയാണ്. തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക. ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവൻ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. ഈ ക്രൂശിൽ കിടക്കുന്ന സമയത്തും പരിഹാസത്തിനും നിന്ദനത്തിനും എന്തെങ്കിലും അറുതി വന്നിട്ടുണ്ടോ? ഒരു അറുതിയും വന്നിട്ടില്ല. അപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പരിഹസിക്കുന്നേ? കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക. പിന്നീട് പറയുന്ന വാക്യം ശ്രദ്ധിക്കണം. ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഇതിന് മുന്നേ ഇതേപോലെ ഒരാൾ പറയുന്നുണ്ട്, ദൈവപുത്രനാണെങ്കിൽ ഇന്ന കാര്യം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആരാന്ന് പറയാമോ? യേശുവിനെ നോക്കി നീ ദൈവപുത്രനാണെങ്കിൽ ഇന്ന കാര്യം ചെയ്യേ എന്ന് പറയുന്ന ഒരാളെ സാത്താനാണ്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ മരുഭൂമിയിലെ പരീക്ഷയുടെ സാഹചര്യത്തിൽ നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി ഭക്ഷിക്കുവാനായിട്ട് ആരാവശ്യപ്പെടുകയാണ്? സാത്താൻ ആവശ്യപ്പെടുകയാണ്. ഈ പറയുന്ന വ്യക്തികൾ എന്താ പറയുന്നത്? ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. പിന്നീട് താഴത്തേക്ക് വായിക്കുമ്പോൾ 43-ലും പറയുന്നുണ്ട്. അങ്ങനെ തന്നെ കള്ളന്മാരും ഒക്കെ പറഞ്ഞ് അവനെ നിന്ദിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ,
അപ്പൊ ഈ വാക്ക് എവിടുന്ന് വന്നതായിരിക്കും? ഈ നിന്ദിക്കുന്നവരുടെ നാവിലൂടെ ഈ വാക്ക് ആരാ ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും സാത്താൻ ഈ വാക്ക് ആദ്യം ഉച്ചരിച്ചത്. ഇപ്പൊ സാത്താൻ തന്നെയാണ് ഈ മനുഷ്യരിലൂടെ ഈ വാക്ക് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിന്ദനം, പരിഹാസം, ഈ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുദപിക്കണം. കാരണം ആര് നിന്ദിച്ചിട്ടുണ്ടോ അവന്റെ ഉള്ളിൽ ദൈവമുണ്ട്. യേശു തന്നെ വെളിപ്പെടുത്തിയ ചെറിയവരിൽ ഒരുവനിൽ ഞാൻ വസിക്കുന്നുവെന്ന്. അതുകൊണ്ട് നിന്ദനവും പരിഹാസവും എല്ലാം എവിടെ എത്തി നിൽക്കുന്നുണ്ട്? യേശുവിൽ എത്തി നിൽക്കുന്നുണ്ട്. അത് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുകയും ആരെയും പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. പിന്നീട് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. ഇത് അരാമായ ഭാഷയിലാണ് യേശു നിലവിളിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. അവിടെ നിന്നവർ ചിലർ ഇത് കേട്ടിട്ട് അവർ വിചാരിച്ചു ഏലിയാവിനെ വിളിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അതിലൊരാൾ പോയി പെട്ടെന്ന് ഒരു സ്പോങ് എടുത്ത് കുളിച്ച വീഞ്ഞു നിറച്ച് ഓടത്തണ്ടയിലാക്കി യേശുവിനെ കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അത് നിഷേധിക്കുന്ന ഏലിയാവ് അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. പിന്നീട് 50 മുതലുള്ള വാക്യങ്ങൾ, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അപ്പൊ ഇതുവരെ മരിക്കുന്ന നാഴിക വരെ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ യേശുവിന്റെ ആത്മാവിനെ യേശു ദൈവപിതാവിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ പ്രകൃതിയിൽ വ്യത്യാസങ്ങൾ കാണാനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്ന യെരൂശലേം ദേവാലയം എന്ത് സംഭവിക്കുന്നത്? ദേവാലയത്തിന്റെ തിരശ്ശീല, അതായത് വിശുദ്ധ സ്ഥലത്തിന് മുന്നിലും വിശുദ്ധ സ്ഥലത്തിന് മുന്നിലും 2 തിരശ്ശീലയുണ്ട്. ഇതിൽ അതിവിശുദ്ധ സ്ഥലത്തെ തിരശ്ശീല എവിടുന്നാണ് കീറുന്നത്? അടിയോളം. അപ്പോ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ പള്ളിയുടെയൊക്കെ ഒരു 3 ഇരട്ടി വലിപ്പമുള്ള മറയാണ് മുകളിൽ നിന്ന് താഴെ വരെ. അത് മാത്രമല്ല, വളരെയേറെ കട്ടിയുള്ളൊരു മറയാണ് ഇത്. അത് നിസ്സാര ഒരു കത്തി കൊണ്ട് മുറിക്കാൻ നോക്കിയാലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ആരാ ഇത് മുറിച്ചത്? ഇത് ദൈവം മുറിച്ചതിന്റെ തെളിവാണ്. മുകളിൽ നിന്ന്, അടിയിൽ നിന്നാണെങ്കിൽ മനുഷ്യനാണെന്ന് പറയായിരുന്നു, മുകളിൽ നിന്ന് അടിയിലേക്ക് കീറപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അത് ദൈവ സാന്നിധ്യം ഇസ്രായേലിന്റെ ആ ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ദേവാലയം അശുദ്ധമാക്കപ്പെട്ടു എന്നതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. പിന്നീട് ആരാ ദേവാലയം? പിന്നീട് യേശുവാണ് ആ ദേവാലയം എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ യേശുവിന്റെ മരണം നടക്കുന്ന സാഹചര്യത്തിൽ കല്ലറകൾ ഉള്ളിൽ ഉണ്ടായിരുന്ന നീതിമാന്മാരായ ആ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനം, അതായത് ഈസ്റ്റർ സമയം ആകുമ്പോൾ കല്ലറകളെ വിടുകയും അതിനുശേഷം വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിൽ വിശുദ്ധിയോടെ ജീവിച്ച വ്യക്തികളുടെ ആത്മാക്കൾ അവരുടെ ശരീരം സ്വീകരിച്ച യേശുവിന്റെ പുനരുദ്ധാനത്തോടു കൂടെ അവരും സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെട്ടു പോകുന്നത് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതേ കാര്യമാണ് യേശുവിന്റെ 2ാമത്തെ വരവിൽ സംഭവിക്കുന്നത്. എല്ലാ കല്ലറകളും തുറക്കപ്പെടും. സമുദ്രത്തിൽ എറിയപ്പെട്ടവർ, തീയിൽ എറിയപ്പെട്ടവർ, മറ്റേതെല്ലാം വിധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ആളുകളെല്ലാം അവരുടെ ശരീരം സ്വീകരിച്ച് യേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വന്നു നിൽക്കും എന്നുള്ളതിന്റെ തെളിവ് കൂടെ തരാൻ വേണ്ടിയിട്ടാണ് യേശുവിന്റെ പുനരുദ്ധാന സമയത്ത്, അല്ലെങ്കിൽ യേശുവിന്റെ മരണം നടക്കുമ്പോൾ ഇവരുടെ ആത്മാക്കൾ ഇവർ ശരീരം ധരിക്കുകയും പുനരുദ്ധാനത്തിന് സാക്ഷികളായി ഇവർ യേശുവിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്യുന്നതിനെ പറ്റി ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പിന്നീട് ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യമെന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. കണ്ടോ, ഒരു
തിന്മ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഭയം ഒന്നും ആർക്കുണ്ടായിരുന്നില്ല. ഇവർക്ക് ആർക്കും ഇല്ലായിരുന്നു. പക്ഷെ തിന്മ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ എന്ത് നിറയുകയാണ്? ഭയം നിറയുകയാണ്. ഇതാണ് സാത്താന്റെ തന്ത്രം. അതായത് യൂദാസിനെ ഈ തിന്മയിലേക്ക് വലിച്ചിഴച്ചത് ആരായിരുന്നു? സാത്താനാണ്. അവസാനം ഈ തിന്മ ചെയ്ത് കഴിയുമ്പോൾ അസ്വസ്ഥമായൊരു മനസ്സോടുകൂടെ യൂദാസ് സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടു നേരത്തെ. പക്ഷെ അവസാനം നിരാശ കയറ്റി, കുറ്റബോധം കയറ്റി സാത്താൻ അവനെ നശിപ്പിച്ചു കളയുകയാണ്. അതേപോലെ ഇവരുടെ ഉള്ളിലും ഭയം നിറയുന്നുവെന്ന് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മയ്ക്ക് ഈ ഉള്ള പ്രശ്നം ഇതാണ്. തിന്മയ്ക്കും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇത് വളരെ ആസ്വാദികരമായിട്ട് തോന്നും. പക്ഷെ ചെയ്തു കഴിയുമ്പോൾ വളരെയേറെ മാനസിക പ്രയാസങ്ങളും അതുപോലെ തിന്മയുടെ കുറ്റബോധം അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് നീറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് സാത്താൻ തന്നെ വരുത്തുന്നതാണ് ആ മനുഷ്യാത്മാവിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മ വന്നു പോയെങ്കിലും കുറ്റബോധത്തിൽ നീറിപ്പോകുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് സക്കായി ചെയ്തതുപോലെ പാപം യേശുവിനോട് ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത് പിന്നീട് വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. കാരണം യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എല്ലാ ആത്മാക്കളെയും രക്ഷയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം യേശുവിനെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കുന്ന സാഹചര്യങ്ങളാണ് 57 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യൗസേപ്പ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കിയാൽ വന്ന പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. ഇവർ രണ്ടുപേരും സെൻഹിദ്രിയം സംഘത്തിന് അംഗങ്ങളായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഈ സെൻഹിദ്രിയം സംഘത്തിന്റെ യേശുവിന് വിരോധമായി ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം എതിരായിരുന്ന വ്യക്തികളുമാണ് ഇവർ രണ്ടുപേരും. യേശുവിന്റെ രഹസ്യ ശിഷ്യന്മാരുമായിരുന്നു ഇവർ രണ്ടുപേരും. അങ്ങനെ യേശുവിന്റെ ശരീരം വാങ്ങി ശീല കൊണ്ട് പൊതിഞ്ഞ് യേശുവിന്റെ ശരീരം അരിമത്യക്കാരൻ യൗസേപ്പ് തനിക്ക് വേണ്ടി ഇന്നേ വരെ ആരെയും വെക്കാത്ത വളരെ വില കൂടിയ ഒരു കല്ലറയിൽ യേശുവിനെ സംസ്കരിക്കുന്നതാണ് പിന്നീട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പിന്നീട് കല്ല്, യൗസേപ്പിന്റെ നേതൃത്വത്തിന്റെ കല്ല് ഉരുട്ടി വെച്ച് ഗുഹ അടച്ചതിന് ശേഷം അവര് മടങ്ങിപ്പോകുന്നു. പക്ഷെ അവിടുന്ന് വിട്ടുപോകാതെ മഗ്ദലക്കാരി മറിയം അവിടുന്ന് വിട്ടുപോകാതെ മറ്റേ മറിയയോടുകൂടെ അവിടെ ഇരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ നമുക്കറിയാം മറ്റേ മറിയയും പോകുന്നുണ്ട്. മഗ്ദലക്കാരി മറിയം മാത്രം അവിടെ അവശേഷിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം പിന്നീട് യേശുവിന്റെ പുനരുദ്ധാനം നടന്നതിന് ശേഷം യേശു ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ മഗ്ദലേനക്കാരത്തി മറിയയ്ക്കാണ്. കാരണം എവിടെ ഇതുപോലുള്ള സമർപ്പണങ്ങളുണ്ടോ അവരുടെ ജീവിതത്തിലേക്ക് യേശു ശക്തമായിട്ട് പ്രത്യക്ഷനാകും, ഇടപെടും എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. എല്ലാവരും വിട്ടുപോയി, പക്ഷെ ആരും വിട്ടുപോയില്ല. ഈ മഗ്ദലേന മറിയം വളരെ തെറ്റായ ജീവിതം നയിച്ചിരുന്നു. പക്ഷെ യേശുവിന്റെ വചനം കേട്ട് യേശുവിലേക്ക് വന്ന് വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന ഈ മഗ്ദലേന മറിയം പിന്നീട് വലിയൊരു മാരക വിശുദ്ധയായിട്ട് സഭയിൽ ഉയർത്തപ്പെടുന്നുണ്ട്. ഇന്ന് അവളുടെ നാമത്തിൽ ഒരു ദേവാലയം തന്നെ യെറൂശലേമിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് അറിവുള്ളതാണല്ലോ. അതുകൊണ്ട് എല്ലാ സമർപ്പണങ്ങൾക്കും കർത്താവ് ഒരു വിലയിടുന്നുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള സമർപ്പണമാണെങ്കിലും അത് എത്രമേൽ ആ സമർപ്പണത്തിന് വില കൊടുക്കുന്നു അതിനനുസരിച്ച് ദൈവം നമ്മെ മാനിക്കും എന്നുള്ളതിന്റെ തെളിവ് കൂടെയാണ് മഗ്ദലേന മറിയത്തിന്റെ ജീവിതം. പിന്നീട് 62 മുതലുള്ള വാക്യങ്ങളിൽ ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിർത്താനായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് അവര് പോയി കുറ്റം പറയുന്നത്. എങ്ങനെയാണ്? ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പീലാത്തോസ് ഭടന്മാരെ പട്ടാളത്തെ വിട്ടുകൊടുക്കുന്നു. കല്ലറ മുദ്ര വെക്കുന്നു. കല്ലറയ്ക്ക് മുമ്പിൽ ഇവര് കാവൽ നിൽക്കുന്ന
സാഹചര്യമാണ് ഈ അവസാന ഭാഗത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, ഈ ലോകം മുഴുവനും വേണ്ടി നമ്മുടെ പ്രാണസ്നേഹിതനായ യേശു ക്രിസ്തു അവന്റെ ജീവിതം പരിപൂർണമായിട്ടും സമർപ്പിച്ച ദിവസമാണ് ഇന്ന് നമ്മൾ കണ്ടത്. യേശു ക്രിസ്തുവിനെ പറ്റി യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇത് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറക്കപ്പെട്ട ദിവസമാണ് ഇന്ന്. പ്രിയപ്പെട്ടവരെ, അതോടുകൂടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അവസാനിക്കുകയാണ്. നമ്മളിതിന്റെ കൂടെ ചിന്തിക്കുന്ന ഒരു സങ്കീർത്തനം 58-ാം സങ്കീർത്തനമാണ്. അതിന്റെ ഹെഡിങ് എങ്ങനെയാണ്? സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണഗീതം. അതൊന്ന് വായിക്കാമോ? 58-ാം. ദേവന്മാരെ, നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ? മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു, ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവിയടഞ്ഞ പൊട്ടയണിലി പോലെയാകുന്നു. എത്ര സാമർത്ഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്കത് കേൾക്കയില്ല. ദൈവമേ, അവരുടെ വായിലെ പല്ലുകളെ തകർക്കണമേ. യഹോവേ, ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്ത് കളയണമേ. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഉരുകിപ്പോകട്ടെ. അവൻ തന്റെ അമ്പുകളെ തൊടുക്കുമ്പോൾ അവ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ. അലിഞ്ഞുപോയി പോകുന്ന അച്ചുപോലെ അവർ ആകട്ടെ. ഗർഭം അലസിപ്പോയ സ്ത്രീയുടെ പ്രജ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ. നിങ്ങളുടെ കലങ്ങൾക്ക് മുൾത്തീ തട്ടും മുമ്പേ പച്ചയും വെന്തതുമെല്ലാം ഒരുപോലെ അവൻ ചുഴലിക്കാറ്റിനാൽ പാറ്റിക്കളയും. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. അവൻ തന്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനത്തിന്റെ ആരംഭം വാക്യം ഇങ്ങനെയാണ്: ദേവന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദേവന്മാരെ എന്ന് പറയുമ്പോൾ യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവപുത്രന്മാരായതുകൊണ്ട് ദേവന്മാരെന്ന് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നവർ ദേവന്മാരെന്ന് യേശു പറയുന്ന ഒരു ഭാഗമുണ്ട് യഹൂദന്മാരോട്. അത് ഈ സങ്കീർത്തനമാണ്. അപ്പോ ദേവന്മാരെ എന്ന് വിളിക്കുമ്പോൾ ഇതാരെ അഭിസംബോധന ചെയ്യുന്നതാണ്? ദൈവപുത്രൻ എന്ന പദവിക്ക് വിളി ലഭിച്ചവനാണ്. അവരെ നോക്കിയാണ് ദാവീദ് പറയുന്നത്. ഇതൊരു പക്ഷേ ആ കാലഘട്ടത്തിലെ ഭരണകർത്താവായിരിക്കാം, അല്ലെങ്കിൽ മത നേതൃത്വത്തിലുള്ളവരായിരിക്കാം. ഇത് ദാവീദിനെ സംബന്ധിച്ച് ഇത് ശൗലായിരിക്കാം, അല്ലെങ്കിൽ ശൗലിനോട് കൂടെയുള്ള ആ കാലഘട്ടത്തിലെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാമിന്റെ മക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത് തുടങ്ങുന്നത്. ഇങ്ങനെയാണ്: നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ? ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു, ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു. ഇന്നത്തെ സുവിശേഷവുമായി ഇത് ശരിക്കും വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം നിഷ്കളങ്ക രക്തത്തെ തകർത്ത് കളയാൻ വേണ്ടി ഈ ദേവന്മാർ എന്ന പദവിയുള്ള പ്രത്യേകിച്ച് പുരോഹിതന്മാരും സാധൂക്യരും പരീശന്മാരുമെല്ലാം ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി, അബ്രഹാമിന്റെ സന്തതി എന്നുള്ള പദവിയിൽ ഇരിക്കുമ്പോൾ, ദേവന്മാരെന്നുള്ള പദവിയിൽ ഇരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ? നീതി പ്രസ്താവിക്കുന്നുണ്ടോ? ഇല്ല. അനീതിയാണ് അവര് യേശുവിന്റെ മേൽ ചുമത്തുന്നത്. അനീതിയിലൂടെ യേശുവിനെ കുറ്റം ചുമത്തുന്നു. പിന്നീട് മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പരമാർത്ഥമായിട്ടാണോ വിധിക്കുന്നത്? അല്ല. യേശുവിൽ കുറ്റാരോപണം നടത്തുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നീട് ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു, അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവിയടഞ്ഞ പൊട്ട അണലി പോലെയാകുന്നു. അവരുടെ വിഷത്തിന്റെ പ്രത്യേകതയാണ് അത് സർപ്പവിഷം പോലെയാണെന്നാണ്. അപ്പൊ സർപ്പത്തിന്റെ വിഷം അതിന്റെ വായിലാണ്. നമുക്കറിയാലോ, പാമ്പ് കടിക്കുമ്പോൾ ആണ് നമുക്ക് വിഷം ഏൽക്കുന്നത്. ഇതേപോലെയാണ് ഈ വാഗൊണ്ടാണ് യേശുവിനെ കുറ്റം വിധിക്കുന്നത്.
യേശുവിനെതിരെ കുറ്റാരോപണം നടത്തുന്നത്, യേശുവിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ചുമത്തുന്നതെല്ലാം എന്തുകൊണ്ടാണ്? നാവ് കൊണ്ട് ആണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ വിഷം സർപ്പവിഷത്തെ പോലെ, അവർ ചെവി അടഞ്ഞ പൊട്ട അണലി പോലെയാകുന്നത്. അതായത് ചെവി അടഞ്ഞ പൊട്ട അണലി എന്ന് പറഞ്ഞാൽ യേശു പറയുന്നുണ്ട്, അവർക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്ന് പറയുന്നില്ലേ? കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ മഹാപുരോഹിതന്മാരിലൊക്കെ കണ്ടെത്താൻ സാധിക്കും. ഇത് ദാവീദിന് കിട്ടിയ അനുഭവം, അദ്ദേഹം അങ്ങനെ എഴുതുന്നതാണ്. പക്ഷെ യേശുവിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ പിന്നീട് അവരുടെ നാശത്തെ പറ്റി ദാവീദ് ഇങ്ങനെ പറയുകയാണ്, അലിഞ്ഞു പോകുന്ന അച്ച് പോലെ അവർ ആകട്ടെ, ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഉരുകിപ്പോകട്ടെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം 10ാമത്തെ വാക്യം, നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തന്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും. ഇത് അന്ത്യന്യായവിധിയിൽ നടക്കുന്ന കാര്യമാണ്. നീതിമാൻ യേശു ഇത് ഈ ദുഷ്ടന്മാരുടെ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. യേശു തന്നെയാണ് പ്രതിക്രിയ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, അവരുടെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ അവന്റെ കാലുകൾ കഴുകപ്പെടുമാകിയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. ഇന്നൊരു പക്ഷേ അങ്ങനെ ആരും പറയില്ല, പക്ഷെ അന്ന് പറയും. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം, നീതിമാന പ്രതിഫലമുണ്ട് നിശ്ചയം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നീതി ചെയ്ത് നന്മയുള്ളവരായി ധർമ്മിഷ്ഠരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, യോഹന്നാൻ സ്നാപകൻ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് അങ്ങയെ കണ്ടല്ലോ. ആ കുഞ്ഞാട് അറക്കപ്പെട്ടുന്ന സാഹചര്യമാണല്ലോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ധ്യാനിക്കുവാനായിട്ട് ദൈവമേ അവിടുന്ന് ഇടയാക്കി തീർത്തത്. ഈ ലോകത്തിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ആധിക്യം നിമിത്തം ഇറങ്ങി വന്ന, സ്വന്തം ചുമലിൽ ഞങ്ങളുടെ പാപങ്ങൾ വഹിച്ച് ക്രൂശിൽ അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം തന്ന് രക്ഷയിലേക്ക് ഞങ്ങളെ കരം പിടിച്ചുയർത്തിയ കർത്താവേ, അങ്ങ് നൽകിയ രക്ഷയെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഏറ്റവും അഹങ്കാരികളുമായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച് നിന്ദ്യ പാത്രമായി, പരിഹാസപാത്രമായി, വലിയ സഹനത്തിന്റെ ആഴങ്ങളിലൂടെ അവിടുത്തെ ഏകപുത്രനെ വിട്ടതിനെ ഓർത്ത് ആയിരം ആയിരം നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പരിശുദ്ധനായ പുത്ര യേശു മിശിഹായെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഏറ്റുവാങ്ങിയ എല്ലാ പീഡാസഹനങ്ങളെ ഓർത്ത് കൃതജ്ഞതയോടുകൂടി അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ നിന്ദനങ്ങളും പരിഹാസങ്ങളും എല്ലാം ഏറ്റിട്ടും ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളിൽ ഇന്നും പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ രക്ഷയെ യഹൂദന്മാർ നിസ്സാരമായി അതിനെ കണ്ട് ആ രക്ഷയിൽ നിന്ന് അവര് അന്യരായി പോയതുപോലെ അന്യരായി പോകാതെ അങ്ങയുടെ രക്ഷയിലേക്ക് നടന്ന് അടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, മോർഗി സഹതായെ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നാളത്തെ വിശുദ്ധ ബലിയിലേക്ക് ഒരുക്കണമേ. നാളത്തെ ശുശ്രൂഷകളിലെല്ലാം അങ്ങയുടെ ആത്മാവിന്റെ ചൈതന്യം വ്യാപരിക്കുവാനായിട്ട് അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. രോഗികൾ, മറ്റു പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവർ, ദൈവമേ, വലിയ പ്രതിസന്ധിക്ക് മുമ്പാകെ പകച്ചു നിൽക്കുന്ന അനേകർ, നിരാശയിൽ അകപ്പെട്ടവർ, ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള കുറ്റബോധത്തോടുകൂടെ നേറി ജീവിക്കുന്നവർ എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹാകരുണ എല്ലാവരുടെ മേലും ഒഴുക്കി രക്ഷയിലേക്ക് എല്ലാ കരങ്ങളെയും അവിടുന്ന് കരം പിടിച്ച് വഴി നടത്തണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു.